ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പാട്ട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഴികൾക്ക് പുഴുക്കൾ കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ കോഴികൾക്ക് വേണ്ടിയുള്ള പുഴുക്കൾ ഉണ്ടാക്കുന്ന രീതി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കാലി ബക്കറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് ഇതുപോലെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ നിറച്ചതിൻ്റെ ശേഷം ഒരു മൂടി എടുത്ത് അതിൽ മൂടി വെക്കുകയും അതിൻ്റെ മുകളിലായിട്ട് ഒരു കല്ല് വെച്ച് അത് പുറത്തേക്ക് ചാടാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ വേറെ രീതിയിലൊന്നും തട്ടി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു കല്ലൊക്കെ വെക്കുന്നത്. പിന്നെ അത് പിറ്റേ ദിവസം തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പച്ചക്കറി വേസ്റ്റുകളൊക്കെ പുഴുക്കൾ അടിപൊളിയായിട്ട് തിന്നിട്ട് മുകളിലായിട്ട് പുഴുക്കളുണ്ടാവും കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇത് വീണ്ടും ഇതുപോലെ പുഴുക്കളായതിന് ശേഷം കോഴികളെ വിടുന്ന സമയത്ത് ആ മേലത്തെ മൂടിയാണ്ട് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ കോഴിയെ വിടുന്ന സമയത്ത് ഞാൻ ഈ ബക്കറ്റിൻ്റെ മുകളിലുള്ള മൂടി മാറ്റുകയും അപ്പം കോഴികളെല്ലാം വന്ന് വളരെ സന്തോഷത്തോടെ തന്നെ അവർ പൂർണ്ണമായിട്ടും അത് തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത് പച്ചക്കറി വേസ്റ്റുകൾ അതിലിട്ട് കൊടുത്തതിൻ്റെ ശേഷം മൂടി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് കൊടുക്കുന്നത് കൊണ്ട് കോഴികൾക്ക് നല്ല രീതിയിലുള്ള മുട്ട ഉൽപ്പാദനമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പൈപ്പൊക്കെ ഉള്ള ബക്കറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ തന്നെ അടിയിൽ അതിൻ്റെ വേസ്റ്റ് വെള്ളം വേറെ ഒഴിവാക്കാനുള്ള രീതിയിലുള്ള പൈപ്പുകളൊക്കെ വെച്ചിട്ടുള്ളൊരു ബക്കറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുക. ഇനി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതുപോലെ തന്നെ ഒരു ബക്കറ്റ് കാലി പഴയ ബക്കറ്റൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നല്ല രീതിയിലായിട്ട് പുഴുക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഫുഡ് വേസ്റ്റുകളൊന്നും ഇടലില്ല കേട്ടോ. വെറും പച്ചക്കറികൾ മാത്രമാണ് ഇതിൽ ഇടൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെറുനാരങ്ങൻ്റെ അതുപോലെ തന്നെ വലിയ നാരങ്ങൻ്റെ തോടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം അതിലുള്ള സിട്രിക് ആസിഡ് മൂലം നമ്മളെ പുഴുക്കൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ നാരങ്ങ ഐറ്റം സാധനങ്ങളൊക്കെ തോടുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ബാക്കിയുള്ള പച്ചക്കറി വേസ്റ്റുകൾ മാത്രം ഇതിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കോഴികൾ പുഴുക്കളെ പൂർണ്ണമായി തിന്നതിന് ശേഷം രണ്ടാമത് ഇതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നിറച്ചതിന് ശേഷം വീണ്ടും ഈ മൂടി ഉപയോഗിച്ച് മൂടി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒരു കല്ല് കയറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത്. വീണ്ടും പിറ്റേന്ന് ഇതുപോലെ തന്നെ നമ്മൾ ആ രീതിയിലുള്ള തീറ്റകൾ പിറ്റേന്ന് കോഴികൾക്ക് കൊടുക്കുന്ന സമയത്ത് തുറന്ന് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ രീതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഞാൻ വിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.